ഫുട്ബോളിന്റെ പേരിൽ മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മെസ്സി തട്ടിപ്പ് എന്ന നിലയിൽ വിവാദമായിരിക്കുന്ന റിപ്പോർട്ടർ കൊള്ള CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഉള്ള അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കരാറാണത്, ഒരു തട്ടിപ്പാണത്. എംബസികളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പേര് ദുരുപയോഗം ചെയ്താണ് ഈ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ അതീവ ഗൗരവമായിട്ടുള്ളൊരു കാര്യം, കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ റിപ്പോർട്ടറുമായിട്ട് ചേർന്നുള്ള കൊള്ളയിൽ പങ്കുണ്ട്, അതിലെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും കേന്ദ്ര ഏജൻസികൾക്കും വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ശബരിമല ഡീല് പോലെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും രക്ഷിക്കാനായിട്ട് ഇത് ഡീലാക്കരുത്, ഒത്തുകളിക്കരുത് എന്നും ശ്രീ VD സതീശനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ സാധാരണ നടക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഘടക കക്ഷികളാണല്ലോ നമ്മുടെ CPM. അതുകൊണ്ട് അവർക്കെതിരെ അങ്ങനെയുള്ള അന്വേഷണമൊന്നും വേണ്ട, കേന്ദ്ര ഏജൻസിയൊന്നും ഉൾപ്പെടുത്തണ്ട എന്നുള്ള ഉപദേശം VD സതീശന് കിട്ടുകയും അതിനെ സംബന്ധിച്ചുള്ള ചില ഡീലുകളുമാണ് കേരളത്തിൽ ഇടതും വലതുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ പിണറായി വിജയനുമായിട്ട് ഡീലുണ്ടാക്കി ഈ റിപ്പോർട്ടർ കൊള്ള അല്ലെങ്കിൽ മെസ്സി തട്ടിപ്പ് അത് പൂഴ്ത്തിവെക്കരുത്, അത് അട്ടിമറിക്കരുത് എന്നും കൂടി BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇതിന്റെ പേരിൽ GST തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് ബോധ്യം വന്നിരിക്കുന്നു. ആ GST തട്ടിപ്പിനെ സംബന്ധിച്ച് ക്രിമിനൽ കേസെടുക്കാൻ തയ്യാറാകണം. ആ ക്രിമിനൽ കേസ് എടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മുന്നോട്ട് പോകണം എന്നും സംസ്ഥാന സർക്കാരിനോട് BJP ആവശ്യപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതിലെ ഇടനിലക്കാരന് 19ഓളം കേസുകളുണ്ടെന്നും അത് പലതും വഞ്ചനാകുറ്റം ഉൾപ്പെടെയുള്ള കേസുകളാണെന്നും ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടുള്ള ബന്ധം കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും ഉള്ള അതിഗൗരവത്തിലുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയിട്ടും ഈ കൊള്ളയ്ക്ക് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും കൂട്ടുനിന്നത് ഈ കൊള്ളയുടെ മുതൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർക്കും കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. യാതൊരു ഡീലും ഉണ്ടാക്കാതെ ആ അന്വേഷണം CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നു.